എൻ്റെ ഒരു പരിചയത്തിലുള്ള കുട്ടി ആമിന റൈജ് എന്ന് പറഞ്ഞ ആ കുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ മാമിൻ്റെ ക്ലാസ്സിനെ പറ്റിയും ക്ലാസ് എങ്ങനെ അല്ലാതെ ഞാൻ മാമിൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഫാനായിരുന്നു. മാം ഒരേ കഥകൾ ഇടുന്നതൊക്കെ ഫേസ്ബുക്കിലൂടെ ഞാൻ നോക്കുമായിരുന്നു. പക്ഷെ കൂടുതൽ അറിഞ്ഞത് ആമിന പറഞ്ഞിട്ടാണ്. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷമായി ബേക്കിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ കിട്ടുന്ന എല്ലാ വരുമാനവും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരുവിധ എറണാകുളത്തുള്ള ഒരു മിക്ക ക്ലാസ്സുകളിലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ശരിക്കും പാചകത്തോട് ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കുന്നുള്ള എന്ത് കാര്യവും എനിക്ക് നന്ന ചെറുപ്പം മുതൽ അതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡ്. അപ്പം ഞാൻ പൈസ സ്വരൂപിച്ച് വെക്കും, അടുത്ത ക്ലാസ് ഏതാണ് ആ ക്ലാസ്സിന് പോകും. അങ്ങനെ ഇരുന്ന് കുറേ നാൾ വരെ പിന്നെ അതെല്ലാം വിട്ടു. പിന്നെ മാമിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ പ്ലം കേക്ക് ചെയ്ത് കൊടുക്കുമെങ്കിലും ഈ ആ ക്ലാസ് എങ്ങനെയാണ്, ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ കൊള്ളാം, എങ്ങനെയാണ് മാം പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ള ഇവള് പറഞ്ഞ അറിവ് കൊണ്ടൊന്ന് എനിക്കൊരു ആകാംക്ഷയായി അതൊന്ന് അറ്റൻഡ് ചെയ്യണമല്ലാന്ന്. അങ്ങനെയാണ് പ്ലം കേക്കിൻ്റെ ക്ലാസ്സിന് കയറിയത്. ക്ലാസ് ഫുള്ളും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, വേറെ ഒന്നുമല്ല, എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, അപ്പം അതിന് പോകണമായിരുന്നു. പക്ഷെ ഞാൻ ആ കേട്ട അത്രയും ഞാൻ ഇന്ന് വരെയുള്ള ഇത്രയും നാൾ എന്തോരം ക്ലാസ്സിന് പോയെന്ന് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എണ്ണി എടുക്കണം, അത്ര ക്ലാസ്സിന് പോയിട്ടുണ്ട്. ആ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സൂപ്പറായി തോന്നിയ നമ്പർ 1 ആയി തോന്നിയ മാമിൻ്റെയാണ്. എന്ന് പറഞ്ഞാൽ ആ ക്ഷമയും എത്ര ബേക്കിംഗ് അറിയാൻ പാടില്ലാത്തവർക്ക് വരെയും നല്ല അതിൻ്റേതായ രീതിയിൽ ക്ഷമയിൽ ശരിക്കും ടീച്ചേഴ്സ് തന്നെ പല വിധമുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ചിലർ പഠിപ്പിച്ച് ജസ്റ്റ് ഒന്ന് പോകും, ചിലർ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡൗട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യും. സ്കൂളിലൊക്കെ ആണെങ്കിലും അങ്ങനെയാണല്ലോ. പക്ഷെ ചില ടീച്ചേഴ്സ് അല്ല, പിള്ളേരെ എങ്ങനെയും വീക്കായ പിള്ളേരെ കുത്തിയിരുത്തി പഠിപ്പിച്ച് അവരെ നല്ല രീതിയിൽ എത്തുന്ന ടീച്ചേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം മാം എനിക്ക് അതാണ് ശരിക്കും എനിക്ക് ഉദാഹരണമായി തോന്നിയത്. വേറെ ഒന്നല്ല, നല്ല ക്ഷമയോടുകൂടി എല്ലാവരും ചോദിക്കുന്നതിൻ്റെ ആൻസർ പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ക്ലാസ്സിൽ ഇത്രയും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടും ഇതുപോലുള്ളൊരു ക്ലാസ്സിൽ ഞാൻ ജെന്യൂനായി പറയണേണ് ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്തത്. ആ കുറച്ച് നേരമെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ 1 അവർ ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ ഫംഗ്ഷൻ്റെ സ്ഥലത്ത് നിന്നിട്ടും പറയണമായിരുന്നു, അയ്യോ അത്ര നല്ല ക്ലാസ് ആയിരുന്നു എന്ന്. താങ്ക് യു മാം.